എങ്ങനെ ഈ വിഷമം പറഞ്ഞറിയിക്കും, ആളുകളോട് വിവരിക്കും എന്നറിയാത്തൊരവസ്ഥയാണ്. ഈ വീട്ടിൽ അവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ പൂർണ്ണമായും മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയ വീടിന്റെ തറ പോലും ബാക്കിയില്ല. ഈ വീട്ടിലാകെ ബാക്കിയായത് ഗൾഫിലുണ്ടായിരുന്നൊരു മകൻ മാത്രമാണ്. അവൻ ഈ ദുരന്തം അറിഞ്ഞു വന്നതാണ്. പുള്ളി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമാണ് ബാക്കി, വെറും ശൂന്യത മാത്രം. എങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹത്തിന് ബാക്കിയായ കുറച്ച് ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കൾക്ക് എങ്ങനെ, എന്ത് വാക്കുകൾ ഉപയോഗിച്ച്, എങ്ങനെ? കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടക്കം ഈ മലവെള്ളപ്പാച്ചിലിൽ പോയി മരിച്ചുപോയി. ഈ വീട് പോലും ബാക്കിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ബാക്കിയില്ല, ഉപ്പയും ഉമ്മയും ബാക്കിയില്ല, ആരുമില്ല. ഇത്രമേൽ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വന്നു ഭവിച്ചാൽ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകുമെന്നുള്ള ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരമില്ല എന്നതാണ്. അപ്പോൾ ഈ മകൻ ഇപ്പോൾ ദുരന്തമറിഞ്ഞു വന്നതാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ബന്ധുക്കളെ കാണാം. ഒന്നും കാണാനില്ല. വീടിന്റെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ടെങ്കിൽ ആശ്വസിക്കാമായിരുന്നു. ഒന്നും ബാക്കിയില്ലാത്ത, അങ്ങേയറ്റം വലിയ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വിവരണാതീതമായ ദുരന്തത്തിന്റെ മുഖത്ത് ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു. രാവിരുട്ടിൽ പൊടുന്നനെ ഇരുളിൽ വന്ന മഹാദുരന്തത്തിൽ 11 പേർ